ഡോക്ടർ വർഗീസ് ജോർജ് അങ്ങേക്ക് മറുപടി നൽകാം. ശ്രീ രാജു പി നായർ പറഞ്ഞ കാര്യമുണ്ട്, ശ്രീ പി ചെക്കുട്ടി പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്വാഭാവികമായ സഖ്യകക്ഷി LDF ആണെന്ന് പറയുമ്പോൾ LDF അതിൻ്റെ ഇടത് നിലപാടുകളിൽ നിന്ന്, അല്ലെങ്കിൽ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി അതിൻ്റെ ഇടത് നിലപാടുകളിൽ നിന്നും പിന്നാക്കം പോകുന്ന ഓരോ ഘട്ടങ്ങളാണ് ഇവർ രണ്ടുപേരും സൂചിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വാഭാവിക കക്ഷി എന്ന നിലയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അങ്ങ് പറഞ്ഞതുപോലെ നിങ്ങളെ കേൾക്കുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം എടുക്കുന്നില്ല, നിങ്ങൾ ആവശ്യപ്പെട്ട സീറ്റുമില്ല, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രാതിനിധ്യവുമില്ല, പിന്നെ എന്തിനു നിൽക്കണമെന്ന ചോദ്യമുണ്ടല്ലോ. സ്മൃതി, രാജു ഉന്നയിച്ചത് വളരെ റെലവൻ്റായ ക്വസ്റ്റ്യൻസാണ്. പിന്നെ ചേക്കോട്ടി സാറും ജഗി ജോർജ് സാറും എപ്പോഴും ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. രാജു ചോദിച്ച ഒന്നാമത്തെ കാര്യം ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടാണ്. ഇത് LDF യോഗത്തിൽ വിശദമായ ചർച്ച നടന്നു. അന്ന് പത്രപ്രതിനിധികൾ എന്നോട് ആവർത്തിച്ച് ചോദിച്ചിട്ടും LDFിൻ്റെ ഒരു ഡിസിപ്ലിൻ വെച്ച് ഞാൻ ആ കാര്യമൊന്നും തുറന്ന് പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ രാജു ഇതൊരു ഉന്നയിച്ചത് ഞാനൊരു അക്കാഡമിക് ഡിസിഷൻ പോലെ പറയുകയാണ്. ഓരോ പാർട്ടി അവരുടെ നിലപാട് പറഞ്ഞു. CPM അവരുടെ നിലപാട് പറഞ്ഞു, INL അവരുടെ നിലപാട് പറഞ്ഞു. ഞാൻ പറഞ്ഞ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ SDPIയും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് 0.1%ഉം 0.2% മാത്രമേ അവർക്ക് വോട്ട് ശതമാനമേ ഉള്ളൂ. അവർ കേരള പൊളിറ്റിക്സിൽ ഒരു ഫാക്ടറേ അല്ല. അവരെ നിരന്തരം ആക്രമിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ ഒരു എതിർപ്പ് വരികയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ഒരു വിമർശിക്കുന്ന ഒരു സ്വഭാവം മുസ്ലിം കമ്മ്യൂണിറ്റി മനസ്സിലാക്കി. ഒരുപക്ഷെ ഈ വിമർശനം കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിലെ വർഗീയ ശക്തികൾക്കിടയിൽ ഒരു ഇളക്കമൊക്കെ ഉണ്ടാകും. ഇത്ര ശക്തമായിട്ട് ഇവരെ എതിർക്കുന്നുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ഉള്ള ഭൂരിപക്ഷ സമുദായത്തിലെ വർഗീയ ശക്തികൾ ഈ ശക്തികളെ എതിർക്കുന്നതുകൊണ്ട് LDFിനല്ല വോട്ട് ചെയ്യുന്നത്. ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാം. അതുകൊണ്ടിവിടെ BJP സ്ട്രെങ്തൻ ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി, SDP തുടങ്ങിയ പാർട്ടികൾ കേരള പൊളിറ്റിക്സിൽ ഒരു ഫാക്ടറേ അല്ല. നമ്മുടെ യഥാർത്ഥമായ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കുന്തമനെ തിരിക്കേണ്ടത് ഇവിടുത്തെ ഈ തീവ്ര വർഗീയ വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ടാണെന്ന് ഞാനത് LDP പറയുകയുണ്ടായി. CPM അപ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞു, INL അവരുടെ അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾ കറക്റ്റായിട്ടുള്ള പൊസിഷൻ എടുക്കുന്നുണ്ട്. രാജുവിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു പാർട്ടി CPM മാത്രമായിട്ട് ഒരു നിലപാടെടുക്കുന്നു എന്ന രൂപത്തിൽ കാണാമോ? ഇതിപ്പോൾ CPMലെ മുഴുവൻ നേതാക്കളും ആ രൂപത്തിൽ, ഇപ്പോൾ AK ബാലൻ പറഞ്ഞതൊരു അബദ്ധമാണോ എന്ന് സംശയിക്കാം. പക്ഷേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ അത് പറയുന്നു. മാറാട് ഓർമ്മിപ്പിക്കുന്നു. മാറാട് ഇപ്പോൾ എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണല്ലോ. അതിനെ കലാപം എന്ന രൂപത്തിൽ കൂടി കാണരുത് എന്ന് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സംഘർഷം, അത് കലാപം എന്ന രൂപത്തിൽ കാണരുത് എന്ന് അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം, അതിനെ ന്യായീകരിക്കുന്ന സാഹചര്യം കാണുന്നു. ഇതൊക്കെ തന്നെയും ചേർത്ത് വെക്കേണ്ടതുണ്ട്. മാറാട് ഓർമ്മിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഏത് കാര്യത്തിലും, ഏത് പ്രസംഗം നടത്തുമ്പോഴും, ഏത് പ്രതികരണത്തിലും ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അതുണ്ടാക്കുന്ന, അങ്ങ് പറഞ്ഞ പോലെ അത് സഹായിക്കുന്നത് BJP ആണ് എന്ന് CPMന് അറിയാഞ്ഞിട്ടാണോ? അതുവഴി ഭൂരിപക്ഷ വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണയല്ലേ? അങ്ങനെ അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ ഇതേ തന്ത്രം പ്രയോഗിച്ച് അത് പൊളിഞ്ഞ തന്ത്രമാണ്. ഈ സ്മൃതി റെഫർ ചെയ്ത ഈ പത്രസമ്മേളനത്തിന് പിറ്റേന്നായിരുന്നു LDF. മുഖ്യമന്ത്രി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഞങ്ങൾ LDF യോഗത്തിൽ ഞങ്ങളുടെ പൊസിഷൻ ഹോൾഡ് ചെയ്തു. മറ്റു പാർട്ടികൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് LDF യോഗത്തിൽ തുറന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നിലപാടുകളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. രാജു പറഞ്ഞ രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെ ഒരു പാർട്ടി ലെഫ്റ്റ് പൊളിറ്റിക്സിൽ നിന്ന് മാറുമ്പോൾ ഒരു ജെനുവിനായ ഒരു ചെറിയ ലെഫ്റ്റ് പാർട്ടിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് തുടർന്ന് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് രാജുവിനോട് പറയാനുള്ളത്. നമ്മുടെ ഒരു പഴയ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഒരു റിജിഡിറ്റി ഒന്നും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ കേരളം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോക്സഭയിൽ ആകെ 4 സീറ്റാണ് ഉള്ളത്. ആ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2 ലോക്സഭാ സീറ്റും അവർക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയത് കോൺഗ്രസ് DMK സഖ്യത്തിലാണ്. 3ാമത്തെ സീറ്റ് അവർക്ക് കിട്ടിയത് രാജസ്ഥാനിൽ കോൺഗ്രസ് സഖ്യത്തിലാണ്. ഇപ്പോൾ CPIക്ക് 2 ലോക്സഭാ സീറ്റാണുള്ളത്. ഈ 2 ലോക്സഭാ സീറ്റും അവർക്ക് കിട്ടിയത് കോൺഗ്രസ് DMK സഖ്യത്തിലാണ്. ബീഹാറിൽ തന്നെ കഴിഞ്ഞ രാജുവിൻ്റെ പാർട്ടി കോൺഗ്രസും ഞങ്ങളും CPIയും CPMും CPIMലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഴയതുപോലെ ഒരു റിജിഡായ ഒരു പൊളിറ്റിക്സ് കാണുന്നില്ല. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു മുന്നണി രാഷ്ട്രീയം. കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും കുറേ ഒരു അയവുള്ള രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ നിലപാട് തറയിൽ നിന്ന് മാറുന്നു എന്നുള്ളതല്ല.
അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജു ഉന്നയിച്ച റെലവൻ്റായ ക്വസ്റ്റ്യൻ തന്നെയാണ്, എങ്ങനെ തുടരാൻ സാധിക്കും ലെഫ്റ്റ് പൊളിറ്റിക്സിൽ നിന്ന് മാറുമ്പോൾ. പക്ഷേ പിന്നെ എന്താ നമ്മുടെ ഒരു ഓപ്ഷൻ? പിന്നെ ഈ ജെ.കെ. ജോർജ് സാർ പറഞ്ഞ പോലെ, ചെക്കുട്ടി സാർ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ നിലപാടിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കാസ്റ്റ് പൊളിറ്റിക്സ്, ഇപ്പോൾ മണ്ഡൽ കമ്മീഷനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത പാർട്ടിയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് വി പി സിംഗ് വിശ്വാസപ്രമേയം നേരിട്ട് അദ്ദേഹം രാജിവെച്ച് പോയി. പക്ഷേ ഇപ്പം രാഹുൽ ഗാന്ധി വളരെ ശക്തമായി കാസ്റ്റ് പൊളിറ്റിക്സിന് വേണ്ടി, സംവരണത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിലും പാർട്ടികളുടെ ഐഡിയോളജിയിലും മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളൊരു 10-70 വർഷമായിട്ട് ലെഫ്റ്റിൻ്റെ, ഇവിടെ സ്മൃതി പറഞ്ഞ പോലെ സ്വാഭാവിക മിത്രങ്ങൾ എന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. പക്ഷേ ഞങ്ങളുടെ താല്പര്യങ്ങളെ അവർ മാനിക്കൂടെ വേണം. വർഗീസ് ജോർജ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ്. കോൺഗ്രസിൻ്റെ നിലപാട് വളരെ മാറ്റം വന്നിട്ടുണ്ട്, വളരെ ശക്തി. പ്രത്യേകിച്ച് കാസ്റ്റിനെ സംബന്ധിച്ചും റിസർവേഷനെ സംബന്ധിച്ചും സ്റ്റേറ്റ്സിൻ്റെ റൈറ്റ്സിനെ സംബന്ധിച്ചും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ അത് മൊത്തത്തിൽ ഒരു ഐഡിയോളജി ആയിട്ട് അവർ സ്വീകരിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഒരു നിലപാടായിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ LDF യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു ഈ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറയുന്നത് ശരിയായ സമീപനമല്ല എന്ന്. അപ്പോൾ LDF യോഗത്തിൽ CPM മാത്രമാണോ ആ നിലപാടിൽ ഉറച്ചു നിന്നത്? മറ്റ് കക്ഷികൾക്കെല്ലാം തന്നെ വിരുദ്ധാഭിപ്രായമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അങ്ങനെയല്ല സ്മൃതി, LDF യോഗത്തിനകത്ത് നടന്നൊരു കാര്യം എനിക്കിപ്പം ഇവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ രാജു പി നായർ ഇത് റേസ് ചെയ്തുകൊണ്ട് ഞാനൊരു അക്കാഡമിക് തലത്തിലാണ് പറഞ്ഞത്. അത് ഓരോ പാർട്ടിക്കും ഇത്തരം ഇഷ്യൂസിനെ സംബന്ധിച്ചൊരു വിലയിരുത്തലുണ്ട്. അങ്ങ് മറ്റു കാര്യത്തിൽ ഈ ലോക്സഭയിൽ CPM-ന്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് അങ്ങ് പറയുമ്പോഴും അതിൽ കൂടി എങ്ങനെയാണ് ആ പ്രാതിനിധ്യം ലഭിക്കുന്നത് എന്നുകൂടിയാണ് അങ്ങ് ഓർമ്മിപ്പിക്കുന്നത്. അവിടെ കോൺഗ്രസിന് പിന്തുണയില്ലാതെ അത് സാധ്യമാകുകയില്ലായിരുന്നു എന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യം വെച്ച് അങ്ങ് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായ മത്സരം കോൺഗ്രസും CPM-ഉം തമ്മിലാണല്ലോ, ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണല്ലോ. ഇപ്പോൾ BJP പറയുന്നത് പോലെ ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ കാര്യം കൂടി മനസ്സിൽ വെക്കേണ്ടതുണ്ട് എന്ന് CPM-നെ ഓർമ്മിപ്പിക്കുകയാണോ അങ്ങ്? ഇന്ന് പോലും ഈ പറഞ്ഞ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധ സമരത്തിൽ പോലും വർഗീയ കക്ഷികളുമായി കൂട്ടുചേരുന്ന കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അങ്ങ് അവിടെ ഇരിക്കുമ്പോൾ അങ്ങക്ക് അതിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങനെയല്ല, ഈ കേരള പൊളിറ്റിക്സിൽ അതൊരു ബൈപ്പോളാർ പൊളിറ്റിക്സ് ആയിരുന്നു ഇത്രയും വർഷം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെ ഉള്ള ഒരു സാങ്കല്പിക രേഖ മാത്രമാണത്. BJP ഇവിടെ ഒരു മേജർ ഫോഴ്സായിട്ട് വരാൻ പാടില്ല. ഇപ്പോൾ BJPക്ക് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനായി 19.4% വോട്ടുണ്ടായിരുന്നു. CPM-ന് ഇവിടെ 25% വോട്ടാണ്, CPI-ക്ക് 24% വോട്ടാണ്, CPI-ക്ക് 7% വോട്ടാണ്. ഇവർക്ക് 19.4% വോട്ട് വന്നു. കേരള പൊളിറ്റിക്സ് മൂന്നാമതൊരു ബൈപ്പോളാർ പൊളിറ്റിക്സിൽ നിന്ന് കേരള പൊളിറ്റിക്സ് മൂന്നാമതൊരു കക്ഷിയായിട്ട് വന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിച്ചു. ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് LDF-ഉം UDF-ഉം തമ്മിൽ ഭയങ്കര ഒരു ശത്രുതാപരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സിനപ്പുറത്ത് ഈ ഒരു ലോങ് ടൈം പൊളിറ്റിക്സ്, വർഗീയ ശക്തികളെ ഒഴിച്ചു നിർത്തുന്ന ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു ഡിസ്കോഴ്സിലേക്കാണ് അവർ വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെക്കുട്ടി സാറിനൊക്കെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാൻ സാധിക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.